ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇതാ നിങ്ങൾക്കായി ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു. വീണ്ടും ഒരു ക്രിസ്മസ് കാലം ആഗതമായി. ഇന്ന് നമുക്ക് പുൽക്കൂടിനെ കുറിച്ച് ചിന്തിക്കാം. യൂദയായിലെ ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ദൈവം മനുഷ്യനായി പിറന്നു. രാജാതിരാജനായ യേശുവിന് രാജകൊട്ടാരത്തിൽ ജനിക്കാമായിരുന്നു. എന്നാൽ അവിടുത്തെ പദ്ധതി അതല്ലായിരുന്നു. പാപികളുടെ മധ്യേ ദരിദ്രനിൽ ദരിദ്രനായി ദാസന്റെ രൂപം സ്വീകരിച്ചാണ് ജനിച്ചത്. ഈ ലോകത്ത് ദുഃഖങ്ങളും ദുരിതങ്ങളും ക്ലേശങ്ങളും അനുഭവിക്കുന്നവർക്ക് അവർക്ക് ആശ്വാസമായി അവർക്ക് താഴെയാണ് യേശുവിന്റെ ജനനം. പുൽക്കൂടിന്റെ തണലിൽ കാലിട്ടടിച്ച് വൈക്കോലിന്റെ ചൂടുപറ്റി ശാന്തനായി ഉറങ്ങുന്ന ഉണ്ണിയെ നമുക്ക് മറക്കാനാവാത്ത അറിവാണ്. ഈ പുൽക്കൂട്ടിൽ മാതാവും യൗസേപിതാവും ആട്ടിടയന്മാരും പൂജരാജാക്കന്മാരും കുമ്പിട്ട് നിൽക്കുന്നത് കാണാം. ഈ കാലിത്തൊഴുത്തിലെ പുൽത്തൊട്ടിൽ കിടക്കുന്ന ദിവ്യശിശുവിന്റെ ദീപ്തമായ മുഖത്തിനു മുമ്പിൽ നമുക്ക് ശിരസ് നമിക്കാം. 1000 പുൽക്കൂടുകൾ ഉണ്ണി പിറന്നാലും എന്റെ ഹൃദയത്തിൽ ഉണ്ണി പിറന്നില്ലെങ്കിൽ എന്റെ ആഘോഷങ്ങൾക്കൊന്നും ഒരു അർത്ഥമില്ല. അതിനാൽ നമുക്ക് എല്ലാ അനുദിന ദിവ്യബലിയിൽ സംബന്ധിച്ച് നോയമ്പും ഉപവാസവും സുഹൃതങ്ങളും സൽപ്രവർത്തികളും ചെയ്ത് നമുക്ക് പുണ്യേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ പുൽമത്തെ ഒരുക്കി നമുക്ക് ഒരുങ്ങാം. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.